വാർത്തകൾ വിശദമായ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കില്ലെന്ന് സൂചന. കേരളത്തിലെ BJP നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നെന്നാണ് സൂചന. വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇന്ന് ഈ ഒരു ബില്ല് ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കില്ല എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്ന് ബില്ല് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വളരെ ആശങ്കയോടെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് വരുന്നു, ചർച്ച നടത്തുന്നു. അതിന്മേൽ ഒരുപക്ഷെ പാസ്സാക്കാനുള്ള ഒരു സാധ്യതയും BJPയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. അതിന്റെ ഭാഗമായി UDFന്റെ MP-മാർ പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് MP-മാർക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി എന്ന് ഈ ബില്ല് പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്കറിയാവുന്നതുപോലെ ഈ ബില്ലിനെതിരെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ CBCI കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബില്ല് പാർലമെന്റിൽ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ അത് പാർലമെന്റിന്റെ സ്ഥിരം സമിതിക്ക് വിടണം. ആ സ്ഥിരം സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ബില്ല് അംഗീകരിക്കാവൂ അല്ലെങ്കിൽ പാസ്സാക്കാവൂ എന്നുള്ളൊരു ആവശ്യവും ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. ഈ CBCI കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഏതായാലും ഇന്ന് ആ ബില്ല് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാന BJP നേതാക്കളുടെ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത്. കാരണം സംസ്ഥാനത്തെ BJP നേതൃത്വം, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ സജീവമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം കൂടി ആണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ FCRA ബില്ലിന്റെ വിഷയം ഉയർന്നു വരുന്നതും അതിനെതിരെ ക്രൈസ്തവ സഭകൾ, എല്ലാ സഭകളും ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കുന്നതും പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നത്. ഏതായാലും ആ ഒരു ഘട്ടത്തിൽ ഈ ബില്ല് പാർലമെന്റിലേക്ക് കൂടി വരുന്ന ഒരു കാര്യമുണ്ടായാൽ സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിനടക്കം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാകും. കോൺഗ്രസിനും CPM-നും ഒക്കെ അത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് UDFന്റെ MP-മാർ, അതുപോലെ തന്നെ LDFന്റെ MP-മാർ എല്ലാം തന്നെ ഇന്ന് പാർലമെന്റിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി അതൊരു മേൽക്കൈ അവർക്ക് നൽകും എന്നുള്ള ഒരു വിലയിരുത്തൽ BJPയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയതെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് ബില്ല് പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബില്ല് നേരത്തെ അവസാനത്തെ ഐറ്റമായി ലിസ്റ്റ് ചെയ്തിരുന്നു ഇന്നത്തെ ലോക്സഭയുടെ ബിസിനസ്സിൽ. പക്ഷേ ഇന്ന് അത് പരിഗണിക്കുന്നില്ല എന്ന് സ്പീക്കർ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ശരി, വ്യക്തമാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു ലഭിക്കുന്നത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്ന് ലോക്സഭ ഈ ഒരു ബില്ല് ചർച്ച ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ചർച്ചയ്ക്കെടുക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ BJP നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ബില്ലിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജസ് ജോർജ് ആണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങൾക്ക് ഇത് പ്രശ്നമാകില്ല. വിദേശ സംഭാവനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്ക് കൊടുത്താൽ പ്രശ്നമുണ്ടാകില്ലെന്നും